ഇന്ത്യക്കാരെ മെഷർ ചെയ്യുന്നത് പലതും പല രീതിയിലാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അയർലൻഡിലൊക്കെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടല്ല കേട്ടോ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്റെ ഒരു നിരീക്ഷണമാണ്. ഞാൻ ആദ്യ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. വളരെ ചുരുക്കം ലേഡീസായി യാത്ര ചെയ്യുന്നുള്ളൂ. അന്നൊക്കെ ആണുങ്ങൾ മാത്രമേ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ 150 പേര് യാത്ര ചെയ്യുമ്പോൾ ഒരു 5 or 6 ലേഡീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അവര് വളരെ സൈലന്റ് ആയിട്ട് ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ എന്നുള്ള നിലക്ക് നിൽക്കാറ്. കാരണം ഇന്ന് നേരെ മറിച്ച് നിറയെ ഫാമിലീസും കുട്ടികളൊക്കെ ആ നിലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഇന്ത്യക്കാരെ മെഷർ ചെയ്യുന്നത് പലതും പല രീതിയിലാണ്. ഇന്ത്യക്കാരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടല്ല കേട്ടോ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവിടുത്തെ ആൾക്കാരുടെ ഈഗോ ഒരു ഘടകമാണിത്. ഇപ്പൊ അയർലൻഡിലൊക്കെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ പല ഇതിനകത്ത് എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ആൾക്കാര് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. ലളിതമായിട്ട് ജീവിച്ച് മാക്സിമം സേവിങ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരെ മറിച്ച് ആ രാജ്യക്കാര് അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള സേവിങ്സ് ഒക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നല്ല നിലക്ക് വീടുകള്, വാഹനങ്ങള്, വലിയ രീതിയിൽ സാമ്പത്തിക സ്ഥിതിയിലേക്കൊക്കെ വളർന്നു കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈഗോ ഒക്കെ ഉണ്ടാവും മറ്റു രാജ്യക്കാർക്കും. അതും ഒരു ഘടകമാണ്. എന്റെ ഒരു നിരീക്ഷണമാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ.